ഈ നൈറ്റ് വിജിലിൻ്റെ പ്രധാന വചന പ്രഘോഷണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് കർത്താവിൻ്റെ വചനം നമ്മോട് പങ്കുവയ്ക്കുന്നത് പ്രശസ്ത വചന പ്രഘോഷകനായ ഫാദർ ബിപിൻ ചൂതംപറമ്പിൽ. അച്ഛൻ വരാപ്പുഴ ഇടവകയിൽപ്പെട്ട മൂലമ്പള്ളി സെൻറ്റ് അഗസ്റ്റിൻ ഇടവകയുടെ വികാരിയാണ്. സ്നേഹത്തോടെ അച്ഛനെ വചനവേദിയിലേക്ക് ക്ഷണിക്കുന്നു. അങ്ങയുടെ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുന്നതിനായി രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ ഉണർന്നു നിൽക്കും. ഈ വചനത്തെ ധ്യാനിച്ചുകൊണ്ട് ഈ രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നു നിൽക്കുന്ന നാം ഓരോരുത്തരിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം നിറയുന്നതിനു വേണ്ടി ആത്മാവ് നാം ഓരോരുത്തരിലേക്കും ഇറങ്ങി വരുന്നതിനു വേണ്ടി നമുക്കൊരുമിച്ച് പാടാം. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഓരോ വിശുദ്ധവാരമാകുമ്പോഴും ഹൃദയത്തിലേക്ക് പെട്ടെന്നൊന്ന് കടന്നു വരികയും വിശുദ്ധവാരം കഴിയുമ്പോൾ ഹൃദയത്തിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോകാതെ നിൽക്കുകയും ചെയ്യുന്ന ഒരു ചങ്ങാതിയുണ്ട്. പേര് സെബാൻ. അച്ഛനാകുന്നതിന് മുമ്പുള്ള അവസാന 4 വർഷങ്ങൾ പഠിച്ചിരുന്ന മാംഗ്ലൂർ സെമിനാരിയിൽ എൻ്റെ 1 വർഷം സീനിയറായിരുന്നു. അച്ഛനാകണമെന്നുള്ള ഒറ്റക്കിനാവിനെ നിരന്തരം പ്രണയിച്ചിരുന്നതുകൊണ്ട് പ്രായം ഒത്തിരി കഴിഞ്ഞാണ് സെബാൻ സെമിനാരിയിലെത്തിയത്. ഭാരതത്തിലെ പലയിടങ്ങളിൽ നിന്നായി 200ഓളം പേര് പഠിക്കുന്ന മാംഗ്ലൂർ സെമിനാരിയിലെ ഏറ്റവും സീനിയർ സെമിനാരിക്കാരനായിരുന്നു സെബാൻ. അതുകൊണ്ട് തന്നെ പണിസ്ഥലത്തായാലും കളിസ്ഥലത്തായാലും വരാന്തയിലായാലും ഊട്ടുമുറിയിലായാലും സീനിയർ സെബാൻ എന്നിങ്ങനെ സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് പാറി നടന്നിരുന്ന ഒരു ശലഭത്തെ കണക്കായിരുന്നു ഈ ചങ്ങാതി. വയനാടൻ പാട്ടുകൾ പാടിക്കൊണ്ടും വാതോരാതെ തമാശകൾ പറഞ്ഞുകൊണ്ടും വിയർത്തൊലിച്ച് പണിയെടുത്തുകൊണ്ടും പാതിരാത്രികളിൽ ഒരുപാട് നേരം തമ്പുരാൻ്റെ മുന്നിലിരുന്ന് പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഏവരുടെയും ഹൃദയത്തിൽ ഇടം പിടിച്ച ഒരു നല്ല മനുഷ്യൻ. എല്ലാവരെയും എപ്പോഴും ഹാപ്പിയാക്കിക്കൊണ്ടിരുന്ന ഈ സെബാൻ ഒരു ദിവസം ഉച്ചയ്ക്ക് അത്രയ്ക്ക് ഹാപ്പിയല്ലാതെയാണ് എൻ്റെ മുറിയിലേക്ക് കടന്നു വന്നത്. അവൻ്റെ കയ്യിൽ പാഷൻ നറേറ്റീവ് എന്ന സബ്ജക്റ്റിൻ്റെ ക്രിസ്തുവിൻ്റെ പീഡാനുഭവ വിവരണങ്ങളെക്കുറിച്ചുള്ള വിഷയത്തിൻ്റെ ഒരു ആൻസർ ഷീറ്റുണ്ടായിരുന്നു, ഉത്തരക്കടലാസ്. ക്രിസ്തു കുരിശിൽ കിടന്നു പറഞ്ഞ അവസാനത്തെ 7 വരികളും അതിൻ്റെ വചനഭാഗങ്ങളും എഴുതുവാനുണ്ടായിരുന്ന ചോദ്യത്തിന് സെബാൻ ഉത്തരം എഴുതിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉത്തരക്കടലാസിൽ
ചുവപ്പ് മഷി കൊണ്ട് വെട്ടും കുത്തും വട്ടപൂജ്യങ്ങളുമാണ്. ഈ പരീക്ഷയ്ക്ക് തോറ്റിട്ടുണ്ട്. ഈ പരീക്ഷയ്ക്ക് തോറ്റതല്ല സെബാന്റെ പ്രശ്നം. ഈ ആൻസർ ഷീറ്റ് സെബാന്റെ കൈകളിലേക്ക് ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് ഈ അധ്യാപകൻ ഒരു കാര്യം പറഞ്ഞു. കർത്താവ് കുരിശിൽ കിടന്നു പറഞ്ഞ അവസാനത്തെ 7 വചനങ്ങൾ പോലും അറിയില്ലെങ്കിൽ താനൊക്കെ പിന്നെ എങ്ങനെയാണോ ഒരു അച്ഛനാകുന്നത്? ഈ വാക്കുകൾ അവനെ വല്ലാതെ വേദനിപ്പിച്ചു. കാരണം പ്രായം ഒത്തിരി കഴിഞ്ഞിട്ടും ഒരു വൈദികനാകണമെന്നുള്ള സ്വപ്നം ഹൃദയത്തിൽ ഇങ്ങനെ കൊണ്ട് നടന്നിരുന്നത് കൊണ്ടാണ് അവനിങ്ങനെ സെമിനാരിയിലെത്തിയത്. അപ്പോഴാണ് ഈ പ്രൊഫസറുടെ ഇങ്ങനെയൊരു മറുപടിയും. ഇത്രയും പറഞ്ഞ് അവനിങ്ങനെ താഴെ നിലത്ത് കിടന്നു, കുറച്ചു നേരം മിണ്ടാതെ. പിന്നെ എന്തോ ആലോചിച്ചെന്ന വണ്ണം ചാടി എഴുന്നേറ്റിട്ട് ഇങ്ങനെ ചോദിച്ചു, വിബേ, നീ എന്നെങ്കിലുമൊക്കെ പള്ളിപ്രസംഗം പറയുമ്പോൾ ഈ മണ്ടനായ സെബാനെ കുറിച്ച് പറയോ? എനിക്കിനി ഒരു അച്ഛനാകാൻ പറ്റുമോ എന്നറിയില്ല. അതുകൊണ്ട് നീ പള്ളിപ്രസംഗം പറയുമ്പോൾ ഞാൻ എഴുതാതെ പോയ ഈ 7 വചനങ്ങളെക്കുറിച്ച് കൂടി പറയണം. ഒരു വരി കൂടി കൂട്ടിപ്പറയണം. ഈ 7 വചനങ്ങൾ അറിയില്ലെങ്കിലും 8 നിലയിൽ പൊട്ടിയെങ്കിലും ഇതിൻ്റെ 7ഉം 7000ഉം ഇരട്ടി തമ്പുരാനെ സെബാൻ സ്നേഹിച്ചിരുന്നുവെന്നുകൂടി കൂട്ടിപ്പറയണം. എന്നിട്ട് കുറച്ചു നേരം നിശബ്ദനായി നിന്നു. പിന്നെ എൻ്റെ കൈകളിൽ ഇങ്ങനെ അമർത്തിപ്പിടിച്ചിട്ട് ചോദിച്ചു, ബിബി, നീ പറയോ? എന്തുത്തരം പറയണമെന്നറിയാതെ അപ്രതീക്ഷിതമായ ഇവൻ്റെ വാക്കുകൾ കേട്ട് അവൻ്റെ കൈകളിലൊന്ന് അമർത്തിപ്പിടിച്ചു. കണ്ണ് നിറയുന്നത് കാണാതിരിക്കാൻ വേണ്ടി പെട്ടെന്നവൻ മുറിവിട്ട് പുറത്തേക്ക് പോയി. എങ്കിലും ദൈവത്തിൻ്റെ കരുണയുടെ നിലാവ് ഈ സെബാന്റെ മീതെ പരന്നിരുന്നു. അതുകൊണ്ട് 2008 ഡിസംബറിൽ പട്ടം കിട്ടി ഒരു പുരോഹിതനായി പുത്തൻ കുർബാനയും ചൊല്ലി. പിന്നീട് വയ്യാതെ ഹോസ്പിറ്റലൈസ്ഡായി എന്നറിഞ്ഞു. പിന്നെ വേറെ വിവരങ്ങളൊന്നും അറിഞ്ഞില്ല. ആ വർഷം ഞങ്ങളുടെ ഈസ്റ്റർ മാംഗ്ലൂർ സെമിനാരിയിൽ തന്നെയായിരുന്നു. ദുഃഖവെള്ളിയിലെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് കബറടക്കവും കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ബെഡ്റൂമിലേക്ക് തിരിച്ചു വരുമ്പോൾ പെട്ടെന്നൊരു വാർത്ത. അച്ഛനാകണമെന്നുള്ള ഈ ഒറ്റക്കിനാവിൻ്റെ പിന്നാലെ നടന്നിരുന്ന സെബാൻ ഒരച്ഛനായി ഒറ്റ കുർബാന ചൊല്ലി ഇനിയൊരു കുർബാന പോലും ചൊല്ലാൻ കണ്ണ് തുറക്കാത്ത വിധം കടന്നുപോയിരിക്കുന്നു. മരിച്ചു. സെമിനാരി മുഴുവൻ നിശബ്ദമായി. പലരും ഓടി വന്നത് എൻ്റെ മുറിയിലേക്കായിരുന്നു. കാരണം തലേവർഷം സെബാൻ കിടന്നിരുന്ന മുറിയിലാണ് ഈ വർഷം ഞാൻ കിടക്കുന്നത്. പലരും അടുത്തു വന്നിരുന്നു. സെബാനെക്കുറിച്ച് പലതും പറഞ്ഞു. ചിലരൊക്കെ വിതുമ്പി, മറ്റു ചിലരൊക്കെ കരഞ്ഞു. ഒടുവിലെല്ലാവരും മുറിവിട്ടുപോയി. ഉറങ്ങാൻ കിടന്നിട്ടും ഉറക്കം വന്നില്ല. ഈ മുറി മാറുന്ന സമയത്ത് ഇത് നിനക്കിരിക്കട്ടെ എന്നും പറഞ്ഞ് സെബാൻ കൈമാറിയ പാതി കത്തിത്തീർന്ന റോസ് നിറമുള്ള ഒരു മെഴുകുതിരി മേശപ്പുറത്ത് കത്തിച്ചു വെച്ച് വെറുതെ ഇരുന്നു. അപ്പോൾ ഈ ചങ്ങാതി ചോദിച്ചൊരു ചോദ്യം ഒരു വട്ടം കൂടി മനസ്സിലേക്ക് വന്നു. ബിബി, നീ എന്നെങ്കിലും പള്ളിപ്രസംഗം പറയുമ്പോൾ ഈ സെബാനെ കുറിച്ച് പറയൂ. ഈ 7 വരികൾ അറിയില്ല എങ്കിലും 8 നിലയിൽ പൊട്ടിയെങ്കിലും ഇതിൻ്റെ 7ഉം 7000ഉം ഇരട്ടി ദൈവത്തെ സ്നേഹിച്ചിരുന്ന എന്നെക്കുറിച്ച് നീയൊന്ന് പറയുമോ? ഈശോയിൽ പ്രിയമുള്ളവരെ, പുറത്ത് ഈസ്റ്ററിൻ്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ നമ്മൾ കണ്ടു. പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഈസ്റ്റർ ഉണ്ടായിരുന്നോ? ശരിക്കും
നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ക്രിസ്തു ശരിക്കും ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ? ഞാൻ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ? ഈസ്റ്റർ കഴിഞ്ഞു നിൽക്കുന്ന രാപ്പകലുകളിൽ ഈ ഒരു വിചാരമാണ് മനസ്സിലേക്ക് വരേണ്ടത്. ഞാൻ എന്ന വ്യക്തി ശരിക്കും ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ? ഈ സെബാൻ എന്ന് പറയുന്ന ചങ്ങാതിക്ക് അവൻ്റെ കൈകളിൽ പിടിച്ച് നിശബ്ദമായി കൊടുത്തുപോയ ഒരു വാക്കിൻ്റെ കടം വീട്ടൽ പോലെ ഇന്ന് ഈ നൈറ്റ് വിജിലിൽ, ഈ രാത്രി പ്രാർത്ഥനയിൽ തമ്പുരാൻ കുരിശിൽ കിടന്നു പറഞ്ഞ അവസാനത്തെ ഈ 7 വചനങ്ങളിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുക. 1, പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 34-ാം തിരുവചനം. കുരിശിൽ കിടന്നുകൊണ്ട് പിടയുന്ന ക്രിസ്തുവിൻ്റെ അധരങ്ങളിൽ നിന്നും അടർന്നു വീഴുന്ന ആദ്യത്തെ വചനമാണ്. ഒരു വേനൽ ചൂടിൽ പെയ്യുന്ന ഒരു മഴയുടെ സുഖമുള്ള വാക്കുകൾ. പക്ഷേ ഈ വാക്കുകൾ അത്ര സുഖമായിരുന്നില്ല യഹൂദർക്ക്. കാരണം കണ്ണിന് പകരം കണ്ണെന്നും പല്ലിന് പകരം പല്ലെന്നുമുള്ള ഹമ്മുറാബിയൻ നിയമം, പ്രതികാരത്തിന്റെ ബാബിലോണിയൻ സംസ്കാരം ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന യഹൂദ ജനതയ്ക്ക് കായന്റെ പ്രതികാരം 7 ഇരട്ടിയാണെങ്കിൽ തന്നെ അടിച്ച ഒരുവനെ കൊലപ്പെടുത്തിയിട്ട് തൻ്റെ പ്രതികാരം 70 ഇരട്ടിയാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ ലാമക്ക് എന്ന് പേരുള്ള ഒരു മനുഷ്യന്റെ പ്രതികാര ചിന്തകൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന യഹൂദ ജനതയ്ക്ക് ഈ ക്ഷമിക്കുക എന്ന് ക്രിസ്തു പറഞ്ഞ വാക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വാക്കായിരുന്നു. സെനേക്ക എന്ന് പറയുന്ന ഒരു ചരിത്രകാരൻ പറയുന്നത് ഇങ്ങനെയാണ്: ഇതിനു മുമ്പ്, ക്രിസ്തുവിന് മുമ്പ് കുരിശിലേറ്റപ്പെട്ടവരെല്ലാവരും ഈ വേദന കൊണ്ട് പിടയുമ്പോൾ തങ്ങൾ ജനിച്ച ദിവസത്തെ ജന്മമേകിയ അമ്മമാരെ ഒക്കെ ശപിക്കുകയും ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോകുന്നവരുടെ മീതെ കാർക്കിച്ചു തുപ്പുകയും ചെയ്തിരുന്നു. സിസേറോ എന്ന് പറയുന്ന മറ്റൊരു ചരിത്രകാരൻ പറയുന്നത് ഇങ്ങനെയാണ്: ഈ കുരിശിൽ കിടന്നുകൊണ്ട് പറയുന്ന ശാപവാക്കുകളുടെ കാഠിന്യം താങ്ങാൻ പറ്റാതെ വരുമ്പോൾ പട്ടാളക്കാര് ഇവരുടെ നാവുകളൊക്കെ ഇങ്ങനെ അറുത്തു മാറ്റിയിരുന്നു. അതുകൊണ്ടാണ് ഈ കുരിശിൽ കിടക്കുന്ന ക്രിസ്തുവിൻ്റെ അധരങ്ങളിൽ നിന്ന് വരുന്ന ആദ്യത്തെ വചനത്തിനായിട്ട് ഈ താഴെ ഇങ്ങനെ ആൾക്കൂട്ടം കാത്തുനിന്നത്. അപ്പോഴാണ് ക്ഷമിക്കുക എന്ന് പറയുന്ന ഒരു തണുപ്പുള്ള ഒരു വരി. ആരോടൊക്കെയാണ് ക്രിസ്തു ക്ഷമിച്ചത്? കുഞ്ഞിലെ കൊല്ലാനൊരുങ്ങിയ ഹെറോദോസിനോട്, തന്നെ എറിയാൻ കല്ലുകളെടുത്ത ഹെറോദിയരോട്, തന്നെ നിരന്തരം വേട്ടയാടിയിരുന്ന നിയമജ്ഞരോട്, തന്നെ ഒരു ചുംബനം കൊണ്ട് ചതിച്ച യൂദാസിനോട്, 3 വട്ടം തള്ളിപ്പറഞ്ഞ പത്രോസിനോട്, തനിക്കെതിരെ ഉപജാപം നടത്തിയ കയ്യഫാസിനോട്, ഒടുവിൽ ഓശാന പാടിയ ഓർമ്മകൾക്ക് പോലും അൽഷിമേഴ്സ് ബാധിച്ചിട്ട് അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞ ആൾക്കൂട്ടത്തോട്, എല്ലാവരോടും ക്ഷമിക്കുന്ന, പൊറുക്കുന്ന, മറക്കുന്ന ഒരു ക്രിസ്തുവിൻ്റെ വാക്കുകളാണ് ഈ കുരിശിൽ നിന്നും ആദ്യം ഇങ്ങനെ അടർന്നു വീഴുന്നത്. പ്രിയമുള്ളവരെ, ഉൽപ്പത്തിയുടെ താളുകൾക്കിടയിൽ മറ്റൊരു മനുഷ്യനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഒരുപക്ഷെ ഉൽപ്പത്തിയുടെ താളുകൾക്കിടയിൽ ചങ്കിനെ തൊടുന്ന ഒരു കാര്യം അപ്പനോട് ചോദിക്കുന്നൊരു മകനുണ്ട്. അപ്പൻ്റെ കയ്യിൽ ഇനി അനുഗ്രഹങ്ങളൊന്നും ബാക്കിയില്ലേ? കാരണം അനിയനായ യാക്കോബ് തനിക്ക് കിട്ടേണ്ട കടിഞ്ഞൂൽ അവകാശവും അനുഗ്രഹങ്ങളും തട്ടിയെടുത്ത് അന്യനാട്ടിലേക്ക് പോകാനൊരുങ്ങുകയാണ്. അതുകൊണ്ട് ഈ ചേട്ടന് ഒന്നുമില്ല കൈവശം. അതുകൊണ്ട് അവൻ അപ്പനോട് പറയുന്നുണ്ട്. അതുകൊണ്ട് അവൻ പറയുന്നത് ഇങ്ങനെയാണ്: അപ്പൻ്റെ വിലാപത്തിൻ്റെ ദിവസങ്ങൾ വരുമ്പോൾ ഞാൻ എൻ്റെ അനിയനെ കൊല്ലും. അമ്മ ഈ വാക്ക് കേട്ടു. അതുകൊണ്ട് അന്യനാട്ടിലേക്ക് അനുജനെ കെട്ടുകിട്ടിച്ചു. പക്ഷെ ഈ അനിയൻ അറിയാം, അവൻ യാത്ര തുടങ്ങിയ ദിവസം മുതൽ മടങ്ങി വരുന്ന ദിവസം വരെ ഈ കടാരയുടെ മൂർച്ചയും കൂട്ടി ചേട്ടൻ കാത്തിരിക്കുമെന്ന്. അതുകൊണ്ടാണ് 20 വർഷം കഴിഞ്ഞ് അവൻ മടങ്ങി വരുമ്പോൾ പേടിച്ചിട്ടാണ് വരിക.
ഈ ചേട്ടൻ എന്താണ് റിയാക്ഷൻ എന്നറിയാൻ പാടില്ല, കൊല്ലുമെന്നുറപ്പാ. അതുകൊണ്ട് തനിക്ക് മുമ്പ് ഒരു 4 സംഘങ്ങളെ ഇങ്ങനെ ചേട്ടൻ്റെ അടുക്കലേക്ക് സമ്മാനങ്ങളുമായി അയക്കുകയാണ്. ദൂരെ നിന്ന് ചേട്ടനെ കാണുമ്പോൾ 7 തവണ നിലംപറ്റെ താണു വണങ്ങിയിട്ടാണ് ചേട്ടൻ്റെ അരികിലേക്ക് ഇങ്ങനെ നെഞ്ചിടിപ്പോടുകൂടി ചെല്ലുക. പക്ഷെ ഈ ചേട്ടൻ ചെയ്തത് എന്താണ്? ഈ അനുജനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഈ ചുംബനം കിട്ടുമ്പോൾ അനുജൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 33-ാം അധ്യായം 10-ാം തിരുവചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: ചേട്ടന്റെ മുഖം ദൈവത്തിന്റെ മുഖം പോലെ ഇരിക്കുന്നു. പ്രിയമുള്ളവരെ, മാപ്പ് കൊടുക്കുന്നവരുടെ മുഖങ്ങളെല്ലാം ദൈവത്തിന്റെ മുഖങ്ങളായിട്ട് രൂപാന്തരപ്പെടും. ഒരാൾക്ക് മാപ്പ് കൊടുക്കാതിരിക്കുകയാണ് നിങ്ങൾക്ക് അവരോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരത. ഒരു മനുഷ്യൻ അന്ന് ഓഫീസിൽ നിന്ന് വൈകിട്ട് നേരെ വീട്ടിലേക്ക് പോയില്ല. ഓഫീസിൽ വെച്ച് അടുപ്പമുണ്ടായിരുന്ന മറ്റൊരു സ്ത്രീയുടെ വീട്ടിലേക്കാണ് പോയത്. കാറിങ്ങനെ ഡ്രൈവ് ചെയ്ത്. ആ പരിസരം അത്ര പന്തിയല്ല. ആദ്യമായിട്ടാണ് പോകുന്നത്. ഇയാളിങ്ങനെ ഡോറൊക്കെ തുറന്നിറങ്ങി ഇവളുടെ വീടിൻ്റെ കോളിംഗ് ബെൽ ഇങ്ങനെ അടിക്കാനൊരുങ്ങുമ്പോൾ പെട്ടെന്നിങ്ങനെ മൊബൈൽ ഫോൺ റിങ് ചെയ്യാണ്. ഇയാളിങ്ങനെ വിറച്ചാണ് ഫോൺ എടുത്തത്. നോക്കുമ്പോൾ ഭാര്യയുടെ കോളാ. ഇവളിങ്ങനെ സൗമ്യമായി ചോദിച്ചു, എവിടെ എത്തി? എന്തുത്തരം ഇയാൾ കൊടുക്കും? തൊട്ടടുത്ത ചോദ്യം, ഇന്നിത്തിരി നേരത്തെ വീട്ടിലേക്ക് വരുമോ? ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞാൽ ഈ മനുഷ്യൻ ഈ കോളിംഗ് ബെല്ലടിക്കും. ഈ രാത്രിയുടെ തെറ്റിലേക്ക് പാളും. ഈ സമയത്താണ് ഈ ഒരു കോള്. ഇയാൾ കോളിംഗ് ബെല്ലടിച്ചില്ല. നേരെ കാറെടുത്ത് ഡ്രൈവ് ചെയ്ത് ഒരു ബീച്ചിലേക്ക് ഓടിച്ചു. അവിടെ ഈ കടലിൻ്റെ ഇരമ്പം കുറ്റബോധത്തിൻ്റെ ഇരമ്പലായി ഉള്ളിൽ പടർന്നപ്പോൾ നേരെ വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്തു. വീടിൻ്റെ കോളിംഗ് ബെൽ അടിച്ചു. വാതിൽ തുറക്കുമ്പോൾ ഭാര്യ പതിവില്ലാത്ത പോലെ സുന്ദരിയായി ഒരുങ്ങി നിൽക്കുന്നു. ഇയാൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇയാൾ വേഗം തന്നെ ഒരു ഗിഫ്റ്റ് എടുത്ത് അയാളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഇയാളിങ്ങനെ നല്ലൊരു മനസ്സോടുകൂടിയല്ല, ഇങ്ങനെ അതിങ്ങനെ റിബണൊക്കെ പൊട്ടിക്കേ. അപ്പോൾ ഇയാൾക്കിങ്ങനെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ ഭാര്യ നല്ലൊരു ഫോട്ടോഗ്രാഫർ കൂടിയായിരുന്നു. ഇവരുടെ കല്യാണത്തിന് ശേഷം ഇയാൾ പോലും അറിയാതെ അവൾ ഒപ്പിയെടുത്തിരുന്ന അയാളുടെ പടങ്ങളെല്ലാം ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് മനോഹരമായിട്ടുള്ളൊരു ഫോട്ടോ ഫ്രെയിം. എന്നിട്ട് അവളിങ്ങനെ പറഞ്ഞു, വിഷ് എ വെരി ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി. വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന് വരെ ഈ രാത്രിയിൽ ഇയാൾ മറന്നിരിക്കുന്നു. ഈ കുറ്റബോധം ഇങ്ങനെ നീറാൻ തുടങ്ങിയപ്പോൾ ഇവളോടിങ്ങനെ എല്ലാം തുറന്ന് പറയാനായിട്ട് ഇയാൾ ആരംഭിക്കുകയാണ്. ഞാൻ എന്നേ പറയാൻ പറ്റുള്ളൂ. ഇവളിങ്ങനെ വായ പൊത്തി. എന്നിട്ട് അവളിങ്ങനെ മെല്ലെ പറഞ്ഞു, നിങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ കുറച്ച് പിന്നിൽ ഡ്രൈവ് ചെയ്ത് ഞാനും ഉണ്ടായിരുന്നു. നിങ്ങൾ ആ കോളിംഗ് ബെല്ലടിക്കുമ്പോൾ, ഞാൻ വിളിക്കുമ്പോൾ ഒറ്റ പ്രാർത്ഥനയെ എനിക്കുണ്ടായിരുന്നു. നിങ്ങൾ ആ കോളിംഗ് ബെല്ലടിക്കരുത്, എൻ്റെ കോള് കട്ട് ചെയ്യരുത്. നിങ്ങളും ദൈവവും എൻ്റെ പ്രാർത്ഥന കേട്ടു. ഇയാളിങ്ങനെ കരയാണ് ലിറ്ററലി. ഇയാളൊന്ന് കരയാൻ പോലും അനുവദിക്കാതെ അവളിങ്ങനെ ചേർത്ത് പിടിച്ച് ചുംബിച്ചു. ഈ ചുംബനത്തെ കരുണയുടെ ചുംബനമെന്നല്ലാതെ എന്ത് പേരിട്ട് നമ്മൾ വിളിക്കും? പ്രിയമുള്ളവരെ, ഇന്ന് ഈ നൈറ്റ് വിജിലിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ രാത്രി വരെ നിങ്ങളെ കരയാൻ അനുവദിച്ച 100 കണക്കിന് മനുഷ്യരുണ്ടാകും. നിങ്ങൾക്ക് നല്ല ഉറക്കം തരാതെ, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചി കിട്ടാതെ, കരഞ്ഞു കരഞ്ഞ് നിങ്ങളുടെ തലയണകൾ ഇങ്ങനെ നനയാൻ വരെ, കുതിരാൻ വരെ കാരണക്കാരായ പലരും ഉണ്ടാകും. നിങ്ങളെ കളിയാക്കിയവര്, നിങ്ങളെ കുറ്റം പറഞ്ഞവര്, നിങ്ങളെ മാറ്റി നിർത്തിയവര്, നിങ്ങളെ അവഗണിച്ചവര് പലരും ഉണ്ടാകും. അല്ലെങ്കിൽ ചിലരിങ്ങനെ, ചില മക്കളൊക്കെ ഇങ്ങനെ ഡ്രിങ്ക്സിൻ്റെയും പിന്നണിയിൽ ഇങ്ങനെ പാളിപ്പോയിട്ടുണ്ടാകും. ദാമ്പത്യ ബന്ധത്തിൽ ജീവിത പങ്കാളി വിശ്വസ്തത പാലിക്കാതെ മാറിപ്പോയിട്ടുണ്ടാകും. യൗവനത്തിന്റെ വർണ്ണക്കാഴ്ചകളിൽ മക്കൾ അലസരായിട്ട് നടക്കുന്നുണ്ടാകും. വാർദ്ധക്യത്തിൽ ഉത്തരവാദിത്തങ്ങൾ എടുക്കാതെ അപ്പന്മാരിങ്ങനെ പാളി നടക്കുന്നുണ്ടാകും. ഇവരോടൊക്കെ നിങ്ങൾക്കൊന്ന് ക്ഷമിക്കാൻ പറ്റുമോ?
പ്രിയമുള്ളവരെ, ഈ രാത്രി പ്രാർത്ഥനയില് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ ആദ്യത്തെ വചനം, ക്ഷമിക്കുക എന്നുള്ള വചനം നിങ്ങളുടെ ചങ്കിലേക്കൊന്ന് കേറിയാൽ മാത്രമേ ഈ രാത്രി മുതൽ പലർക്കും മാപ്പ് കൊടുക്കണമെന്ന് നിങ്ങളൊരു തീരുമാനമെടുത്തെങ്കിൽ മാത്രമേ ഈ രാത്രി കഴിഞ്ഞ് നാളെ പകലാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതുവരെ കാണാത്ത ചില അത്ഭുതകരമായ മാറ്റങ്ങൾ കാണാൻ പറ്റൂ. അതുകൊണ്ട് തുടങ്ങേണ്ടത് മാപ്പ് കൊടുത്തിട്ടാണ്. നീ ഇന്ന് എന്നോട് കൂടെ പറുദീസായിലായിരിക്കും. കുരിശിലെ 2-ാം വചനം, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 43-ാം തിരുവചനമാണിത്. ഈശോയുടെ ഇടത്തും വലത്തുമായി നാട്ടപ്പെട്ട ഈ 2 കുരിശും ഈ കുരിശിൽ കിടക്കുന്ന കള്ളന്മാരും വെറും ഒരു കാൽവരി കാഴ്ചയായിട്ട് കണ്ടും വായിച്ചും ചുരുക്കിക്കളയരുത്. കാരണം ഇതിങ്ങനെ സ്വർഗം സ്വന്തമാക്കുന്നവരുടെയും സ്വർഗം നഷ്ടമായി പോകുന്നവരുടെയും അടയാളങ്ങളാണ്. അതുകൊണ്ടാണ് ബിബ്ലിക്കൽ സ്കോളേഴ്സ് പറയുക, ദിസ് ഈസ് ദ പ്രീഫിഗറേഷൻ ഓഫ് ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ്. അന്തിമ വിധിയുടെ ആദ്യ രൂപം ക്രിസ്തു കാണിച്ചു തരികയാണ്. ഈ സ്വർഗം ഈ നല്ല കള്ളൻ അടിച്ചു മാറ്റി. അതിന് അവൻ്റെ പശ്ചാത്താപം മാറ്റി നിർത്തിയാൽ വേറെ ഒരു കൗതുകമുണർത്തുന്ന വായനയുണ്ട്. ഈ പറുദീസ ഇവൻ എങ്ങനെ സ്വന്തമാക്കിയതെന്ന്, ഈ പറുദീസ അവൻ എങ്ങനെ സ്വന്തമാക്കിയെന്ന് ചോദിച്ചാൽ 16-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട 2 പുസ്തകങ്ങൾ, അരിമത്തിയക്കാരൻ ജോസഫിന്റെ സുവിശേഷവും ബാല്യകാലത്തിന്റെ സുവിശേഷത്തിലും ഈ നല്ല കള്ളനെ കുറിച്ച് വായനകളുണ്ട്. ദെമസ് എന്നാണ് പേര്. അവനിങ്ങനെ പണക്കാരെ കൊള്ളയടിക്കുകയും പാവപ്പെട്ടവരെ സഹായിക്കുകയും ചെയ്തിരുന്ന ഒരു മനുഷ്യനാണ്. പ്രധാന പുരോഹിതനായ കയ്യഫാസിന്റെ അതിക്രമങ്ങൾ ഏറിക്കഴിഞ്ഞപ്പോൾ അവൻ നിയമഗ്രന്ഥം ദേവാലയത്തിൽ നിന്നും മോഷ്ടിക്കുകയും ഇയാളുടെ മകളെ വസ്ത്രാക്ഷേപം ചെയ്യുകയും ചെയ്തു. അതിൻ്റെ പേരിൽ ഇങ്ങനെ ക്രൂശിലേറ്റപ്പെട്ടവനാണ്. ഈ സമയത്തൊരു വായന ഇങ്ങനെയാണ്. ഈ പുസ്തകത്തിൽ ജോസഫ് മേരിയോടും കുഞ്ഞിനോടുമൊപ്പം ഈജിപ്തിലേക്ക് പലായനം ചെയ്യുമ്പോൾ കവർച്ച സംഘത്തിൻ്റെ കയ്യിൽപ്പെട്ടു. ഇവരെ ഉപദ്രവിക്കാൻ ഒരുങ്ങുമ്പോൾ ഈ സംഘത്തലവന്റെ ചെറിയ മകൻ, ഒരു ബാലൻ, അവൻ ഈ മേരിയുടെ മാതാവിൻ്റെ തോളിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ മുഖത്ത് ഒരു ദിവ്യത്വം കണ്ടിട്ട് അവൻ്റെ അപ്പനോട് പറഞ്ഞു, അപ്പ ഇവരെ ഒന്നും ചെയ്യണ്ട, വെറുതെ വിട്ടേക്ക്. എന്നിട്ട് അവരിങ്ങനെ പാസ് ചെയ്യണം. അപ്പം ഈ ഉണ്ണീശോയുടെ മുഖത്ത് നോക്കി ഈ ചെറിയ പയ്യൻ ചോദിക്കുകയാണ്, ഇനി എന്നെങ്കിലും എന്നെ കണ്ടാൽ നീ ഓർക്കണേ, ഇനി എന്നെങ്കിലും എന്നെ കണ്ടാൽ നീ ഓർക്കണേ എന്ന് ചോദിച്ച ഈ ചോദ്യത്തിന് കുരിശിൽ കിടന്നുകൊണ്ട് ക്രിസ്തു ഉത്തരം കൊടുത്തു. ക്രിസ്തു ഓർത്തു. ഇതൊരു കൗതുകമുണർത്തുന്ന വായനയാണ്. പക്ഷെ ഈ വായനയുടെ ഉള്ളിലൊരു വശമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്ന് വരെ പല രീതിയിലുള്ള നന്മകൾ ചൊരിഞ്ഞിട്ടുള്ള ഒരുപാട് പേരുടെ മുഖങ്ങൾ ഈ രാത്രിയിൽ ഓർത്ത് നന്ദി പറയണം. ഓർമ്മകൾ ഉണ്ടായിരിക്കണം. നമ്മുടെ പഴമക്കാരൊക്കെ പറയും, വന്ന വഴി മക്കളെ മറക്കരുത്. സാമുവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 9-ാം അധ്യായം 1-ാം തിരുവചനത്തിലെ ദാവീദ് എന്ന് പറയുന്ന രാജാവ് ഓർക്കുന്ന ഒരു സീനുണ്ട്. തൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടായ ജോനാഥൻ മരിച്ചു. അപ്പൊ ഈ ദാവീദ് രാജാവ് ചോദിക്കുകയാണ്, ഈ ജോനാഥന്റെ ആയി ബാക്കി അവശേഷിക്കുന്ന ആരെങ്കിലും ഈ ഭൂമിയിലുണ്ടോ? ആരോ പറഞ്ഞു, അവന് ഒരു കുഞ്ഞുണ്ട്, മുടന്തനാണ്. പെട്ടെന്ന് തന്നെ രാജാവ് ഈ കുഞ്ഞിൻ്റെ പേര് മെഫിബോഷത്ത് എന്നാണ്. 5 വയസ്സുള്ളപ്പോൾ സാവൂളും ജോനാഥനുമൊക്കെ മരിക്കുമ്പോൾ വളർത്തമ്മ രക്ഷപ്പെടാൻ വേണ്ടി ഈ കുഞ്ഞിനെയും കൊണ്ടോടുമ്പോൾ താഴെ വീണ് 2 കാലുകൾക്ക് മുടന്ത് സംഭവിച്ചതാ. ഒരു കുടിലിൽ ദരിദ്രനെ പോലെ ജീവിക്കുകയാണ്. രാജാവ് അവനെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. തൻ്റെ വിഭവസമൃദ്ധമായ ഊട്ടുമേശയിൽ അവനെ ഇരുത്തി. ഈ സമയത്ത് മെഫിബോഷത്ത് പറയുന്നൊരു വരിയുണ്ട്, രാജാവേ, ഒരു ചത്ത പട്ടിക്ക് തുല്യമായിരുന്നു എൻ്റെ ജീവിതം ഇന്ന് വരെ. പക്ഷെ അങ്ങ് എന്നെ ഓർത്തല്ലോ. പ്രിയമുള്ളവരെ, നിങ്ങൾക്കിന്ന് നല്ലൊരു വീടുണ്ടെങ്കിൽ, നല്ലൊരു വണ്ടിയുണ്ടെങ്കിൽ, നിങ്ങൾ വിദേശത്ത് സുഖകരമായൊരു ജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ഈ നിലയിലെത്തിച്ച ആരൊക്കെയോ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. ഒരു അമ്മായി അമ്മ
മരുമകളെയും മകനെയും കുഞ്ഞുങ്ങളെയും ഒക്കെ കാണാൻ പോയതാ. വയ്യ അമ്മയ്ക്ക് ശരിക്കും. 2 ബസ്സൊക്കെ കയറി പോകുകയാണ്. പോണേനൊരു കാരണമുണ്ട്. 2ാമത്തെ കുഞ്ഞ് പിറന്നിട്ടും ഈ മകനും ഭാര്യയും കുഞ്ഞുമൊന്നും ഇതുവരെയും വീട്ടിലേക്ക് വന്നിട്ടില്ല. ചെറിയൊരു വഴക്കുണ്ടായതാ. ഈ അമ്മ നേരെ ഈ വെയിലത്ത് വാടി ചെല്ലുമ്പോൾ ഈ വാതിൽ തുറന്നു കിടക്കുകയാണ്. അപ്പോൾ അമ്മ മോനെ എന്ന് വിളിച്ച് ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി. പെട്ടെന്ന് സോഫയിലിരിക്കുന്ന ഈ മരുമകള് ചാടി എഴുന്നേറ്റ് ഈ പാവം അമ്മയോടൊരു ഡയലോഗ് പറഞ്ഞു. ആ കോളിംഗ് ബെല്ലടിച്ചിട്ട് കയറിപ്പോന്ന പോലെയായിരുന്നു. അമ്മക്കൊരു ഷോക്കായി പോയി. എങ്കിലും അമ്മ പറഞ്ഞു, മോളെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അവൾ അടുത്ത ഡയലോഗ് പറഞ്ഞു, വാതിൽ തുറന്നു കിടന്നാലും വാതിൽ അടഞ്ഞു കിടന്നാലും കോളിംഗ് ബെല്ലടിച്ചിട്ട് മാത്രം ഉള്ളിലേക്ക് കയറിയാൽ മതി. നീ അമ്മ എന്ത് മറുപടി പറയും? ഈ കല്യാണ ആലോചന വന്നപ്പോൾ പലരും എതിർത്തതാ. ചെറിയ വീടാ, ഇവരുടെ സ്റ്റാറ്റസിന് പറ്റണ ഒരു ബന്ധമായിരുന്നില്ല. പാവപ്പെട്ട വീട് ഈ പെൺകുട്ടിയുടെ. പക്ഷേ ഈ അമ്മ പറഞ്ഞു, പണമില്ലാത്തതിൻ്റെ പേരിൽ ഒരിക്കലും കല്യാണാലോചന വേണ്ടെന്ന് വെക്കരുത്. മകൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടി കൂടിയ ഈ അമ്മ ഇങ്ങനെ കട്ട സപ്പോർട്ട് കൊടുത്തത് കൊണ്ട് നടന്നൊരു കല്യാണോ. ഈ കെട്ടി വന്ന് കയറിയ ദിവസം മുതൽ ഇവൾ ഈ വീട്ടിലെ ഒരു പണി പോലും ചെയ്തിട്ടില്ല. ഈ പാവം അമ്മ അവളെയും മകനെയും വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി അതിരാവിലെ ഉണരും, ഭക്ഷണമൊക്കെ വെക്കും. ആദ്യത്തെ കുഞ്ഞായപ്പോൾ ഈ കുഞ്ഞിന് വേണ്ടി അമ്മ കാവലിരുന്നു. 2ാമത്തെ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ഒരുങ്ങുമ്പോൾ ഇവളിങ്ങനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ബാത്റൂമിലൊന്ന് സ്ലിപ്പായി 2 കൈയിലും പ്ലാസ്റ്റർ ഇടേണ്ടി വന്നു. അപ്പം ഈ മുറിയിലേക്ക് നാഴികയ്ക്ക് 40 വട്ടമെന്ന മുറിയിൽ ഈ അമ്മ കയറി വരും, എല്ലാം കൊടുക്കും. ഇങ്ങനെ ഈ മരുമകളെ പോലെ അല്ലാതെ ഒരു മകളെ പോലെ ഇവളെ ശുശ്രൂഷിച്ചൊരമ്മയാ. ഈ അമ്മയോടാണ് അവൾ പറയുക, കോളിംഗ് ബെല്ലടിച്ചിട്ട് വീട്ടിലേക്ക് കയറി വന്നാൽ മതിയെന്ന്. ഈ അമ്മ കരഞ്ഞിട്ടാണ് ആ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങൾ ഈ നൈറ്റ് വിജിലിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നിങ്ങളെ ചെറുപ്പം മുതൽ അനുഗ്രഹിച്ചിട്ടുള്ള, സഹായിച്ചിട്ടുള്ള പലരുടെയും മുഖങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കണം. ഒരുപക്ഷെ നിങ്ങൾക്ക് വേണ്ടി അതിരാവിലെ ഉണർന്ന് നിങ്ങൾ ഉണരുന്നതിന് മുമ്പേ അടുക്കളയിലെ പണികളൊക്കെ തീർത്ത് വെക്കുന്ന നിങ്ങളുടെ അമ്മ, വെയിൽ പോലും ഗൗനിക്കാതെ ഈ വെയിലത്ത് പണിക്ക് പോകുന്ന നിങ്ങളുടെ അപ്പൻ, നിങ്ങളുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു വൈദികൻ, നിങ്ങൾക്ക് വേണ്ടി ജപമാലകൾ ചൊല്ലിയിട്ടുള്ള ഒരു കന്യാസ്ത്രീയമ്മ, നിങ്ങൾ ജീവിതത്തിൽ എങ്ങും എത്താതെ നിൽക്കുന്ന സമയത്ത് പോക്കറ്റിലേക്ക് ഇത്തിരി കാശ് വെച്ച് തന്നിട്ട് മോനെ ഇത് നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞ ഒരു അപരിചിതൻ, ഇവരെയൊക്കെ ശരിക്കും നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നല്ലൊരു നിലയിൽ നിങ്ങൾ ഇന്ന് ഈ നൈറ്റ് വിജിലിൻ്റെ സമയത്തൊക്കെ നല്ലൊരു വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചിലരെയൊക്കെ നിങ്ങൾ സൗകര്യപൂർവ്വം മറന്നു കളഞ്ഞിട്ടുണ്ടോ? ഓർക്കണം, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ അമ്മ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 26-ഉം 27-ഉം തിരുവചനങ്ങൾ, കുരിശിലെ 3-ാം തിരുവചനം. ഈ കുരിശിലെ 7 വചനങ്ങളിലും വെച്ച് ആത്മബന്ധത്തിൻ്റെ ചൂടും ചൂരുമുള്ള ഒരേ ഒരു വചനമാണിത്. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. ഈ അമ്മയുടെ കൈകളിലേക്ക് മകനെ ഏൽപ്പിച്ചു കൊടുത്തും മകന്റെ കൈകളിലേക്ക് അമ്മയെ ഏൽപ്പിച്ചു കൊടുത്തും ബന്ധങ്ങളുടെ കുടമാറ്റം നടത്തുന്ന, ബന്ധത്തിന്റെ തീവ്രതയുള്ള കുരിശിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനമാണിത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 21-ാം തിരുവചനം മുതൽ 31-ാം തിരുവചനം വരെ അപൂർവ ലാവണ്യമുള്ളൊരു കാഴ്ചയുണ്ട്. ഈശോയ്ക്ക് സുബോധം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് സ്വന്തക്കാർ അവനെ കാണാനിറങ്ങുമ്പോൾ അവൻ ഭൂതാവേശിതനാണെന്ന് പറഞ്ഞ് നിയമജ്ഞർ അവനെതിരെ മരണക്കെണിയൊരുക്കുമ്പോൾ ബന്ധുക്കൾ അവനെ പിടിച്ചു കെട്ടാനായി ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരാളുണ്ട്, പരിശുദ്ധ അമ്മ. ഈ അമ്മയ്ക്കിന് വെറുതെ നിൽക്കാൻ പറ്റില്ലല്ലോ. ഈ അമ്മ മകന്റെ അരികിലേക്ക് പാഞ്ഞു വരികയാണ്.
സുവിശേഷത്തിൽ മറ്റൊരിടത്തും ഈശോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലേക്ക് അമ്മ ഓടി വരുന്നില്ല. കാരണം വരാനൊരു കാര്യമുണ്ട്. ഒരാൾ ഭൂതാവേശിതനാണെന്ന് പറഞ്ഞാൽ അവനെ ഒന്നില്ലെങ്കിൽ നാട് കടത്തും, അല്ലെങ്കിൽ കൊല്ലും. യഹൂദരുടെ ചട്ടം അതാണ്. അതുകൊണ്ട് മകന് മരണത്തിന്റെ ഒരു ഗന്ധമടിക്കുമ്പോൾ ഈ അമ്മ ഇങ്ങനെ ഓടി വരികയാണ്, ഈ മകനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. ഇതുപോലെ അമ്മയും മക്കളും ഒക്കെ ഉണ്ടാവണം വീടുകളിൽ. ഒരമ്മയും അപ്പനും ഡിവോഴ്സിൻ്റെ വക്കില, 2 മുറികളിലാണ് കിടക്കുന്നത്, 3 കുഞ്ഞുങ്ങൾ. അതിലിളയ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്, പിറന്നാൾ. അപ്പം അതിൽ മൂത്ത മക്കൾ ചെന്നൊരു കേക്കൊക്കെ മേടിച്ചു. കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഈ അപ്പനെയും അമ്മയും 2 ഡോറിൽ ചെന്നിവരിങ്ങനെ കൊട്ടയാണ്. ഒരു വാതിൽ തുറക്കുന്നില്ല. കുറേ കൊട്ടിക്കഴിഞ്ഞപ്പോൾ അപ്പൻ ഡോറ് തുറന്നു. എന്നിട്ട് അമ്മയെ പിന്നെയും വിളിച്ചു, തുറന്നില്ല. അവസാനം അപ്പനും ഈ 3 മക്കളും കൂടി ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യണ്. അപ്പം ഈ കേക്ക് മുറിക്കുന്ന കാഴ്ച കണ്ടിട്ടാണ് ഈ മമ്മി വാതിൽ തുറന്നു വരിക. അപ്പം മമ്മിയെ കണ്ടപാട് ചെറിയ കുഞ്ഞിന് ഭയങ്കര സന്തോഷമായി. ഈ കുഞ്ഞ് ഈ മുറിച്ച കേക്കും കത്തിയും അങ്ങനെ തന്നെ കൂട്ടിപ്പിടിച്ച് മമ്മിക്ക് കൊടുക്കാൻ കൊണ്ടുപോവുകയാണ്. അപ്പം ഈ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി ഈ മമ്മി പറഞ്ഞൊരു മറുപടിയുണ്ട്, ആ മനുഷ്യൻ തൊട്ട കത്തിയിൽ ഞാൻ തൊടില്ല, ആ മനുഷ്യൻ മുറിച്ച കേക്ക് ഞാൻ രുചിക്കില്ല. ഈ 2 ഡയലോഗുകൾ. എന്നിട്ട് വേഗം ഇങ്ങനെ ബെഡ്റൂമിലേക്ക് കയറി വാതിലിങ്ങനെ വലിച്ചടച്ചു വലിയ സ്വരത്തിൽ. ഇനി എങ്ങനെ ഈ കുഞ്ഞ് ആ പിറന്നാളിൻ്റെ സന്തോഷത്തിൽ അമരും? പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ വീടുകളിൽ ഈ ബന്ധം ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ട രാത്രി കൂടിയാണ്. നിങ്ങളൊക്കെ ഒരേ ഡൈനിങ് ടേബിളിലിരുന്ന് അത്താഴം കഴിക്കുമ്പോഴും, ഒരേ വണ്ടിയിൽ സഞ്ചരിക്കുമ്പോഴും, ഒരേ മാളിലേക്ക് ഷോപ്പിങ്ങിന് പോകുമ്പോഴും, ഇങ്ങനെ തൊട്ട് നടക്കുമ്പോഴും തൊട്ട് കിടക്കുമ്പോഴും നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ കിലോമീറ്ററുകളുടെ അകലങ്ങളുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഒരു രാത്രി കൂടിയാണിത്. ബന്ധങ്ങൾ എങ്ങനെയാണ്? ഏലി ഏലി ലാമ സബക്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 46-ാം തിരുവചനം, കുരിശിലെ 4-ാമത്തെ വചനം. ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ വലിയൊരു വിലാപത്തിൻ്റെ ചുവയുള്ള ഒരു വചനമാണ്, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു. പക്ഷെ ശരിക്കും അങ്ങനെയല്ല കാര്യം. കാരണം ഇത് 22-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യ പകുതിയാണ്. നമ്മൾ വായിച്ചിട്ടുള്ളൊരു സങ്കീർത്തനമാണ്. പരിത്യക്തൻ്റെ രോധനവും പ്രത്യാശയും എന്നാണ് തലക്കെട്ട്. അപ്പം ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യ പകുതിയാണ് എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു. പക്ഷെ അതിൻ്റെ അടുത്ത പകുതി ഇങ്ങനെയാണ്, ഞാൻ വിളിച്ചപ്പോൾ ദൈവം എന്നെ അവഗണിച്ചില്ല. ഞാൻ കരഞ്ഞപേക്ഷിച്ചപ്പോൾ എൻ്റെ ദൈവം എൻ്റെ നേരെ മുഖം തിരിച്ചു, എൻ്റെ പ്രാർത്ഥന കേട്ടു. പ്രതീക്ഷയുടെ വചനമാണിത്. ഈ കുരിശിലെ 4-ാമത്തെ വചനം എന്ന് പറയുന്നത് പ്രതീക്ഷയുടെ വചനമാണ്. നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ വളരെ സുപരിചിതമായൊരു കാഴ്ചയുണ്ട്, നമുക്കറിയാം. 3-ാം അധ്യായം. അവിടെ ഇങ്ങനെ ദാനിയേലിൻ്റെ 3 കൂട്ടുകാര്, ഷദ്രാഖ്, മെഷാഖ്, അബിനദക്, ഈ 3 പേരെയും ബാബിലോണിയൻ രാജാവ് നബുക്കദ്നേസർ ഇങ്ങനെ 60 മുഴം ഉയരമുള്ള ഒരു സ്വർണ്ണ വിഗ്രഹം, 6 മുഴം വീതിയും 60 മുഴം ഉയരവുമുള്ള ഒരു സ്വർണ്ണ വിഗ്രഹം ഉണ്ടാക്കി. ഈ സ്വർണ്ണ വിഗ്രഹത്തെ ആരാധിക്കാൻ പറഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ താണു വണങ്ങിയപ്പോൾ ഈ ബാബിലോൺ പ്രവിശ്യയുടെ ചുമതലയുണ്ടായിരുന്ന ഈ 3 യുവാക്കന്മാര് താണു വണങ്ങിയില്ല. അതുകൊണ്ട് രാജാവ് അവരെ എരിയുന്ന തീച്ചൂളയിലേക്ക് എടുത്തിട്ടു. എന്നിട്ട് രാജാവ് പറഞ്ഞു, ഇതിനെ താണു വണങ്ങിയാൽ പുറത്തെടുക്കാം, അല്ലാതെ നിങ്ങളെ രക്ഷിക്കാൻ ആരുമില്ല ഇവിടെ. ഈ 3 മക്കൾ പറയുന്നൊരു മറുപടിയുണ്ട്. 3-ാം അധ്യായം 17-ഉം 18-ഉം തിരുവചനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 17-ാം തിരുവചനം ഇങ്ങനെയാണ്, എരിയുന്ന തീച്ചൂളയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ള ഒരു ദൈവം ഞങ്ങൾക്കുണ്ട്. 18-ാം തിരുവചനമാണ് ക്ലാസിക്, ഒരു മാസ്റ്റർ പീസ്. ഇനി അഥവാ ഈ ദൈവം ഈ തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിലും ഞങ്ങൾ വേറെ ആരെയും ആരാധിക്കുകയില്ല.
പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഈ എരിയുന്ന തീച്ചൂളകളുടെ നടുവിൽ കിടക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ കൊറോണയുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ സാമ്പത്തിക പ്രാരാബ്ധതകൾ, ജോലി സ്ഥിരതയില്ലായ്മ, വിദേശയാത്രകൾ റദ്ദാക്കപ്പെടൽ, കടങ്ങൾ, രോഗങ്ങൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ, ഇങ്ങനെയുള്ള തീച്ചൂളകളുടെ ഇടയിൽ കടന്ന് എരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്നെ രക്ഷിക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ഇനി ഞാൻ രക്ഷപ്പെട്ടില്ലെങ്കിലും ദൈവത്തെ ഞാൻ ആരാധിക്കും. അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? രാജാവ് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, ഈ 3 ചെക്കന്മാരും കൂടി തീയുടെ ഇടയിൽ പാട്ടും പാടി നടക്കുകയാണ്. അപ്പോൾ രാജാവ് വേറൊരു കാഴ്ച കൂടി കണ്ടു, 4ാമതൊരുവൻ. രാജാവ് പെട്ടെന്നെഴുന്നേറ്റു. വചനം പറയുന്നത് ഇങ്ങനെയാണ്: ഈ കാഴ്ച കണ്ടിട്ട് രാജാവ് ഇരിക്കുന്ന ഇരത്ത് നിന്ന് പിടഞ്ഞെഴുന്നേറ്റിട്ട് ചോദിച്ചു, ആരാണ് ആ 4ാമൻ? കാഴ്ചയിൽ ഒരു ദൈവകുമാരനെ പോലെ ഇരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ 4ാമൻ ഇറങ്ങി വരും. 4ാമൻ ദൈവദൂതന്മാർ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ കടങ്ങളാകട്ടെ, രോഗങ്ങളാകട്ടെ, കുഞ്ഞില്ലാത്ത അവസ്ഥയാകട്ടെ, ഏതെങ്കിലും തരത്തിലുള്ള മൗന നൊമ്പരങ്ങളാകട്ടെ, കടന്നു പോകുമ്പോൾ ഈ 4ാമത് ഈശോ കുരിശിൽ കിടന്ന് പറഞ്ഞ ഈ വചനം, അതിൻ്റെ ഉള്ളർത്ഥം പ്രതീക്ഷയുടെ വചനമാണ്. നിങ്ങൾ വിളിക്കുമ്പോൾ വിളി കേൾക്കുന്നൊരു ദൈവം നിങ്ങൾക്കുണ്ട്. എനിക്ക് ദാഹിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 28-ാം തിരുവചനം, കുരിശിലെ 5-ാം തിരുവചനമാണ്. ഒരിക്കൽ മീറ കലർത്തിയ വീഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞ ക്രിസ്തു എന്തുകൊണ്ടാണ് വീണ്ടും ദാഹിക്കുന്നു എന്ന് പറയുന്നത്? ഇത് വരാനിരിക്കുന്ന മിശിഹായെക്കുറിച്ചുള്ളൊരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 69-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എനിക്ക് ദാഹിച്ചപ്പോൾ അവരെനിക്ക് വിനാഗിരി തന്നു. അവിടെ ഇരുന്ന വിനാഗിരി നീർപ്പഞ്ഞിയിൽ മുക്കി ഹീസോപ്പ് ചെടിയുടെ തണ്ടിൽ വെച്ച് കൊടുക്കുമ്പോൾ അവൻ്റെ ദാഹം ശമിച്ചു. ബിഷപ്പ് ഫുൾട്ടൻ ജീഷ്യൻ പറയുന്നത് ഇങ്ങനെയൊരു വ്യത്യസ്തമായ വരിയാണ്: ഇറ്റ് ഈസ് നോട്ട് ദ തേഴ്സ്റ്റ് for earthly drink, but it is the thirst for love. ഇത് സ്നേഹത്തിന് വേണ്ടിയുള്ള തമ്പുരാന്റെ ദാഹമാണ്. ഈ കുരിശിൽ കിടന്നുകൊണ്ട് ക്രിസ്തു ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്നേഹമാണ്, ദൈവത്തോടും മനുഷ്യരോടുമുള്ള സ്നേഹം. ഈ ഞായറാഴ്ചകളിൽ പള്ളിയിൽ സഹായിക്കാൻ പോയിരുന്നൊരു കാലമുണ്ട്, അച്ഛനാകുന്നതിന് മുമ്പ്. കേരള കർണാടക ബോർഡറിലുള്ളൊരു പള്ളിയിൽ പോയി. ഈ പള്ളിയുടെ അടുത്ത് ഒരു വീടുണ്ട്, 2 ചെറിയ പെൺകുട്ടികൾ. അതിൽ ഈ ഇളയ പെൺകുട്ടിയെ കാണാൻ നല്ല മിടുക്കിയ, സുന്ദരിയ. അതുകൊണ്ട് തന്നെ ആരൊക്കെ വീട്ടിലേക്ക് വന്നാലും ഇവളെ ഇങ്ങനെ എടുത്തുയർത്തും, അവളുടെ കവിള തുമ്മ കൊടുക്കും, അവൾക്ക് പൊട്ടുകുത്തി കൊടുക്കും. ഇതൊക്കെ കാണുമ്പോൾ കാണാൻ അത്രയ്ക്ക് ചേലില്ലാത്ത ഒരു മൂത്ത മകള് ഈ വാതിലിൻ്റെ ഇങ്ങനെ ഇടയിലിങ്ങനെ പലപ്പോഴും ഒതുങ്ങി നിൽക്കുന്നത് കണ്ട് അവളോട് കുറേ വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം ശനിയാഴ്ച വൈകുന്നേരം പള്ളിയിലേക്ക് പോകുമ്പോൾ ഇവളിങ്ങനെ ഗേറ്റിൽ കാത്തു നിൽക്കുകയാണ്. ചെറിയ മകളാണ്. അവളിങ്ങനെ പറഞ്ഞു, എന്നെ അച്ഛനെന്നാണ് വിളിക്കുക. ആ സമയത്ത് അച്ഛനായിട്ടില്ല. അച്ഛനോട് എനിക്കൊരു സ്വകാര്യം പറയാനുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ തല കുമ്പിട്ടു. അപ്പോൾ ഈ ചെറിയ മകൾ ചോദിച്ചു, അച്ഛാ, ഞാൻ കറുത്ത നിറമുള്ളവളാണോ? പെട്ടെന്ന് കാര്യം പിടുത്തം കിട്ടി. ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞു? മോളൊരു സുന്ദരി കുട്ടിയല്ലേ? പക്ഷേ ഈ ചെറിയ പെൺകുട്ടിയുടെ പിന്നീട് വന്ന ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് എന്നെ മാത്രം ആരും ഇങ്ങനെ എടുത്തുയർത്താത്തത്? എന്തുകൊണ്ടാണ് എൻ്റെ മാത്രം കവിളിൽ ആരും മുത്തം തരാത്തത്? എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ആരും പൊട്ടുകുത്തി തരാത്തത്? ഒരു കൊച്ചു വായിൽ നിന്ന് വന്ന വലിയ ചോദ്യങ്ങളാണ്. എന്തുത്തരം കൊടുക്കും നമ്മൾ? പ്രിയമുള്ളവരെ, ഇതുപോലെയുള്ള ചോദ്യങ്ങളുമായിട്ട് ഒരു വീട്ടിൽ കഴിയുന്ന അനേകം പേരുണ്ട്. ഈ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നവര്, സ്നേഹിക്കുന്നതിന് വേണ്ടി കൊതിക്കുന്നവര്. പ്രിയമുള്ളവർ, ഈ 5-ാമത്തെ വചനം ശരിക്കും നമ്മുടെ വീടുകളിലേക്കൊക്കെ ഇങ്ങനെ കൊണ്ടുവരണം. ശരിക്കും നമ്മുടെയൊക്കെ വീടിൻ്റെ മുറികൾക്കുള്ളിൽ ഈ സ്നേഹം കൊതിക്കുന്നവര്, സ്നേഹത്തിൻ്റെ ഒരു വാക്ക്, ആശ്വാസത്തിൻ്റെ ഒരു വാക്ക് കേൾക്കാൻ കൊതിക്കുന്നവരുണ്ട്. ഈ രാത്രിയിൽ നിങ്ങളുടെ വീട്ടിൽ തൊട്ടടുത്ത മുറിയിലൊക്കെ ഉണ്ടാവും. ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി.
ഈ പട്ടം കിട്ടുന്ന സമയത്ത് പുത്തൻ കുർബാന ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു താങ്ക്സ് കാർഡ് അടിക്കും വന്ന ഗസ്റ്റിനൊക്കെ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി. അപ്പം അന്ന് ഞാൻ അടിച്ച ഒരു വചനം ഈ പത്രോസിൻ്റെ ഒരു വചനമായിരുന്നു. ലോർഡ്, യു നോ എവ്രിതിങ്, യു നോ ദാറ്റ് ഐ ലവ് യു. കർത്താവേ, നിനക്ക് എല്ലാം അറിയാം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നിനക്കറിയാമല്ലോ. അന്നൊന്നും മനസ്സിലാകാതെ ഇഷ്ടപ്പെട്ടൊരു വചനം എടുത്ത് എഴുതിയതാണ്. ഇന്നിപ്പോൾ ഈ അച്ഛനായിട്ടൊരു 10 വർഷമൊക്കെ കഴിയുമ്പോൾ ശരിക്കും ഒരു പൊള്ളൽ പോലെ ഈ വചനം എന്നെ വേട്ടയാടുന്നുണ്ട്. എൻ്റെ ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് എനിക്ക് ശരിക്കും ഇന്ന് വരെയും കഴിഞ്ഞിട്ടുണ്ടോ? ഈ 10 വർഷം കഴിഞ്ഞ് പൗരോഹിത്യവും കഴിഞ്ഞ് നിൽക്കുമ്പോഴും ഈ വചനം ഓരോ രാത്രിയിലും ഓരോ പകലിലും നിരന്തരം വേട്ടയാടുന്ന ഒരു വചനമാണ്. നിരന്തരം വേട്ടയാടുന്ന ഒരു വചനം. അതുകൊണ്ട് കുരിശിലെ 5-ാമത്തെ വചനം, ദൈവത്തെ നീ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ? തൊട്ടടുത്ത് ബെഡ്റൂമിൽ കിടന്നുറങ്ങുന്ന നിന്റെ മകളെ നീ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ? ചിന്തിക്കണം. എല്ലാം പൂർത്തിയായി. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാം തിരുവചനം, കുരിശിലെ 6-ാമത്തെ തിരുവചനമാണിത്. ഏതൊരു നിയോഗത്തിന് വേണ്ടിയിട്ടാണോ ദൈവം തൻ്റെ ഏകപുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്, ആ നിയോഗം, ആ ദൗത്യം അതിൻ്റെ 100% നിർവൃതിയിൽ ചെയ്തു തീർത്ത കർത്താവിൻ്റെ വചനമാണിത്. മനുഷ്യരുടെ പാപങ്ങൾക്ക് രക്ഷയാകുവാൻ വേണ്ടി സ്വയം ഒരു ബലി കുഞ്ഞാടായി മാറിയവൻ്റെ നിർവൃതിയുടെ വാക്കുകളാണിത്. നമുക്കൊക്കെ ഈ വചനം പറയാൻ പറ്റുമോ എല്ലാം പൂർത്തിയായി എന്നൊക്കെ? എല്ലാം തുടങ്ങിയെന്ന് തന്നെ പറയാൻ പറ്റണില്ല. പിന്നെ എങ്ങനെയാണ് എല്ലാം പൂർത്തിയായി എന്ന് പറയുക? നമ്മളൊക്കെ വിചാരിക്കുന്ന സമയത്ത് ഒരു കാര്യം പോലും ചെയ്തു തീർക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമക്കാർക്ക് എഴുതിയ ലേഖനം 23-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ പൗലോസ് കിടന്നുറങ്ങുകയാണ്. ഒരു നൈറ്റ് വിജിൽ പോലെയൊക്കെ എടുക്കാം. പൗലോസ് ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ദൈവത്തിന്റെ ദൂത് കേൾക്കുന്നു, പൗലോസെ, ഇത്രയും കാലം നീ ജെറുസലേമിൽ പ്രസംഗിച്ചു, ഇനി റോമിലേക്ക് പോയിക്കോ. പൗലോസ് ഇങ്ങനെ വചനം പ്രസംഗിച്ച് ജെറുസലേമിൽ കത്തി നിൽക്കുന്ന കാലമാണ്. ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് സുവിശേഷത്തിന്റെ കൈമാറ്റം നടത്തുന്ന കാലം. ഈ സമയത്താണ് പറയുക, ഇവിടെ മതി, ഇനി റോമിലേക്ക് പൊയ്ക്കോ. അവൻ ഈ കിനാവ് കണ്ടാണ് രാവിലെ ഉണരുക. പക്ഷെ അടുത്ത പ്രഭാതം മുതൽ പൗലോസ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വരികയാണ്. പൗലോസിനെ കൊന്നിട്ടല്ലാതെ ഒരിറ്റ് വെള്ളം കുടിക്കില്ല, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞ് അവന്റെ രക്തത്തിന് വേണ്ടി മുറവിളി കൂട്ടിയ 40ഓളം ജൂതന്മാര് അവർ കെണിയിൽപ്പെടുത്തിയിട്ട് പൗലോസിനെ ഫെലിക്സ് എന്ന പേരുള്ള ഒരു ഭരണാധികാരിയുടെ അടുക്കലേക്ക് അയച്ചു. 2 വർഷം തടവില്. പിന്നീട് അവിടെ നിന്ന് ഫേസ്തൂസ് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ അരികിലേക്ക്, അവിടെ നിന്ന് അഗ്രിപ്പായുടെ അരികിലേക്ക്, അവിടെ നിന്നും ഇങ്ങനെ ഒരു കള്ളനെ പോലെയും കുറ്റവാളിയെ പോലെയും കപ്പലിൽ റോമിലേക്ക്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. വചനം പ്രഘോഷിച്ച് റോമിൽ പോകാൻ പറഞ്ഞ പൗലോസ് ഇപ്പോൾ കപ്പലിൽ ഒരു കുറ്റവാളിയെ കണക്ക് റോമിലേക്ക് പോവുകയാണ്. ആ കപ്പലാകട്ടെ റോമിലെത്തിയതുമില്ല. ഇടയ്ക്ക് വെച്ച് തകർന്നു. നീന്തിയും മരക്കഷ്ണങ്ങളിൽ അള്ളിപ്പിടിച്ചും മാൾട്ട എന്ന് പറയുന്ന ദ്വീപിൽ ചെന്ന് കയറി. പിന്നെ 3 മാസം അവിടെ. പിന്നെയും ചെറിയ സ്ഥലങ്ങളിലൊക്കെ ചുറ്റിക്കറങ്ങി റോമിലെത്തുമ്പോൾ 2 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് അങ്ങോട്ട് എത്താമെന്ന് വിചാരിച്ചതാ, പെട്ടെന്ന് എത്തിയില്ല. പ്രിയമുള്ളവരെ, ഈ സമയത്ത് പൗലോസിന് പരിഭവങ്ങളില്ല, ദൈവത്തോട് പിണക്കങ്ങളില്ല. കാരണം ഒരു വചനം അവന്റെ ചങ്കിൽ അവൻ കൊത്തിവെച്ചിരുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 69-ാം അധ്യായം 13-ാം തിരുവചനം. ആ വചനം ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ കൊത്തിവെക്കാൻ പറ്റിയ ഒരു വചനമാണ്. കരുണാസമ്പന്നനായ കർത്താവേ, അങ്ങേക്ക് ഉചിതമായ സമയത്ത് എനിക്കുത്തരം തരയണമേ. അതിൻ്റെ ഉള്ളർത്ഥം, ഞാൻ വിചാരിക്കുന്ന സമയത്തല്ല, എൻ്റെ ദൈവം വിചാരിക്കുന്ന സമയത്തെ ചില പരിപാടികളൊക്കെ നടക്കൂ. കഴിഞ്ഞ വർഷം മാർച്ച് ഏപ്രിൽ മാസത്തിൽ ഒരു പെൺകുട്ടി, അവളിങ്ങനെ വിദേശത്തേക്ക് പോകാൻ കഷ്ടപ്പെട്ട് പഠിച്ച് പലതവണ എക്സാം എഴുതി അങ്ങനെ പാസ്സായതാണ്. പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. മെയ്യിൽ ജോലിക്ക് കയറണമായിരുന്നു. ആ സമയത്താണ് കൊറോണ, ലോക്ക്ഡൗൺ. ഇവളിങ്ങനെ അക്ഷരാർത്ഥത്തിൽ കുറേ കഷ്ടപ്പെട്ട് പണവും ചെലവഴിച്ച് അവളിങ്ങനെ ആകെ കടുത്ത ഡിപ്രഷനിലായിപ്പോയി പെൺകുട്ടി.
അവൾ പിന്നെ ആരോടും മിണ്ടാട്ടമൊന്നുമില്ല. അവൾ ബെഡ്റൂമിൽ കയറും. അവൾ വളരെ മൊബൈൽ ഫോണിനൊക്കെ വളരെ അഡിക്റ്റഡ് ആയിരുന്നു. വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എല്ലാത്തിലും. പക്ഷെ പിന്നീട് ഇവിടെ ഈ മൊബൈൽ ഫോണൊക്കെ മാറ്റിവെച്ച് ഇടയ്ക്ക് മാത്രം ഈ റൂമിൽ നിന്ന് പുറത്തു വരും, എന്തെങ്കിലും കഴിക്കും, വീണ്ടും മുറിയുടെ ഉള്ളിൽ കയറി ഒരു മൗനിയെ പോലെ. അതിനിടയിൽ ഏതോ ഒരു രാത്രിയിൽ വെളിപാട് കിട്ടി. ഇവളി ബൈബിൾ ഇങ്ങനെ തുറന്നു വായിക്കാൻ തുടങ്ങി. പെട്ടെന്നൊരു വചനം ക്യാച്ച് ചെയ്തു ഇവളെ. യാക്കോബ് എഴുതിയ ലേഖനം 4-ാം അധ്യായം 8-ാം തിരുവചനം, ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, ദൈവം നിങ്ങളോടും ചേർന്ന് നിൽക്കും. ഈ വചനം അവൾക്ക് വല്ലാത്തൊരു പ്രകാശം ആ ഇരുട്ടിൻ്റെ രാവുകളിൽ നൽകി, ആ രാത്രികളിൽ നൽകി. പിന്നീട് ഈ പെൺകുട്ടി നിരന്തരം ബൈബിൾ വായിക്കാൻ തുടങ്ങി, ഓൺലൈനിലൂടെയുള്ള ദിവ്യബലിയിൽ പങ്കുകൊള്ളാൻ തുടങ്ങി, യൂട്യൂബിലൂടെയുള്ള വചന പ്രഘോഷണങ്ങളിൽ പങ്കുകൊള്ളാൻ തുടങ്ങി. ഈ വരുന്ന മെയ് മാസത്തിൽ അവൾ പോകാൻ ഉദ്ദേശിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് വേറെയൊരു രാജ്യത്തേക്ക് അവൾക്ക് ജോലി റെഡിയായി. 2020 മെയ് മാസത്തിൽ പറഞ്ഞു വെച്ച സാലറിയേക്കാൾ 2 ഇരട്ടിയുണ്ട് ഈ മെയ് മാസം മുതൽ. പ്രിയമുള്ളവരെ, നമ്മൾ വിചാരിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും നടന്നിട്ടില്ല. പെട്ടെന്നൊരു വീട് വെക്കാമെന്ന് കരുതി, പെട്ടെന്ന് വിദേശത്തേക്ക് പോകാമെന്ന് കരുതി, പെട്ടെന്നൊരു വണ്ടി മേടിക്കാമെന്ന് കരുതി, പെട്ടെന്നൊരു കല്യാണം നടത്താമെന്ന് കരുതി, ഒന്നും നടന്നില്ല. പെട്ടെന്ന് നടന്നില്ലെന്ന് മാത്രമല്ല, പെട്ടെന്നൊരു വൈറസ് നമ്മെ പൂട്ടിയും കളഞ്ഞു. ഗേറ്റ് പോലും തുറക്കാൻ പറ്റിയില്ല. പ്രിയമുള്ളവരെ, എല്ലാം പൂർത്തിയായെന്ന് കുരിശി കടന്ന് പറഞ്ഞ തമ്പുരാൻ നമ്മളൊക്കെ എന്തെങ്കിലും തുടങ്ങിയിട്ടുണ്ടോ ശരിക്കും? അതുകൊണ്ട് ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ, ഒരു കുടുംബനാഥ എന്ന നിലയിൽ, ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരു യുവാവ് എന്ന നിലയിൽ, ഒരു മകൾ എന്ന നിലയിൽ ചെയ്തു തീർക്കാൻ ഇനിയുമുണ്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ. അതുകൊണ്ട് ഈ വചനം ഒന്ന് ചങ്കി കയറ്റിയേക്കണം. പിതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കുരിശിലെ 7-ാമത്തെയും അവസാനത്തെയും വചനം, ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 46-ാം തിരുവചനമാണിത്. ഇത് ഓരോ യഹൂദ സ്ത്രീയും രാത്രിയിൽ കുഞ്ഞുമക്കളെ കിടത്തിയുറക്കുന്നതിന് മുമ്പ് മടിയിലിരുത്തി മനപ്പാഠം ചൊല്ലാൻ പഠിപ്പിക്കുന്നൊരു പ്രാർത്ഥനയാണ്. ഈശോ മരണത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നതിന് മുമ്പ് ഈ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് മരിക്കുന്നത്. ഒരു കുഞ്ഞിനെ കണക്ക്, ഒരു കുഞ്ഞുറങ്ങുന്ന പോലെ. ഈ വചനത്തിൻ്റെ കാതൽ ഇങ്ങനെയാണ്. നമ്മുടെ ജീവിതം മുഴുവനും ഈ ദൈവത്തിലേക്ക് ഇങ്ങനെ കാഴ്ചവെക്കണം. നിങ്ങളുടെ കൊച്ചു കിനാവുകൾ, കുഞ്ഞാഗ്രഹങ്ങൾ, കുഞ്ഞാകുലതകൾ ഈ ദൈവത്തിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റണം. ഈ സെമിനാരി പഠിക്കുന്ന സമയത്ത് 2005-ലാണ്. അപ്പോൾ ഒരു ചങ്ങാതിയോട് പറഞ്ഞു, അഗ്നിച്ചിറകുകൾ എന്ന് പറയുന്ന കലാമിൻ്റെ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ, വെറുതെ പറഞ്ഞാണ്, ഈ കലാമിനെ ഒന്ന് നേരിട്ട് കാണാൻ തോന്നണം, അല്ലെങ്കിൽ ദൂരെ നിന്നെങ്കിലും ഈ പ്രസംഗം കേൾക്കാൻ തോന്നണം. അപ്പോൾ അവൻ എന്നെ കളിയാക്കിയിട്ട് പറഞ്ഞു, ഈ സെമിനാരിയുടെ മതിൽക്കെട്ടിൽ നിന്ന് തന്നെ വല്ലപ്പോഴാണ് പുറത്തു പോണത്, ഇനിയാണിപ്പോൾ കലാമിനെ കാണണമെന്ന് ഒരാളുടെ ആഗ്രഹം. കൂട്ടുകാരൊക്കെ ശരിക്കും ഞാനും ഇച്ചിരി ചമ്മി. പക്ഷെ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഒരു ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു. ഒരു 10 വർഷങ്ങൾ കഴിഞ്ഞു. 2015 അന്ന് ലൂർദ് ഹോസ്പിറ്റലിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന കാലം. ലൂർദ് ഹോസ്പിറ്റലിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന് ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ചത് മുഖ്യമന്ത്രിയെയാണ്. അപ്പോൾ ഇങ്ങനെ ഡയറക്ടർ ബോർഡിൽ എല്ലാവരും ഉണ്ട്. ഡയറക്ടർ എന്നോട് പറഞ്ഞു, അച്ഛനായിരിക്കും പ്രോഗ്രാം കോർഡിനേറ്റർ. അപ്പോൾ മനസ്സോടെ ഞാൻ ചെന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ അവിടെ. വലിയ ഇഷ്ടമൊന്നും ഉണ്ടായില്ല ഇങ്ങനെ പ്രോഗ്രാമൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ, എങ്കിലും ഒരു വിധത്തിലൊക്കെ സമ്മതിച്ചു. പെട്ടെന്ന് വേറെ ഒരു മീറ്റിംഗ് അച്ഛൻ അർജൻറ്റായിട്ട് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നമ്മളുടെ ഈ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾ ഇനാഗ്രേറ്റ് ചെയ്യുന്നത് ചീഫ് മിനിസ്റ്റർ അല്ല, മുൻ രാഷ്ട്രപതിയായ അബ്ദുൽ കലാമാണ്. എനിക്കിങ്ങനെ ആ വാർത്ത ഞാൻ എത്ര വർഷം കേട്ടെന്ന് എനിക്ക് തന്നെ ശരിക്കും ഇപ്പോൾ ഓർമ്മയില്ല. ഒരു സ്വപ്നത്തിലേക്ക് വാതിൽ തുറക്കുന്ന ഒരു വാർത്ത. ഞാൻ പിന്നെ അച്ഛൻ്റെ അടുത്തെന്ന് പറഞ്ഞു, അച്ഛാ ദയവ് ചെയ്ത് ഇനി ഈ പ്രോഗ്രാം കോർഡിനേറ്റർ സ്ഥാനത്ത് നിന്ന് മാറ്റിത്തരണം, എനിക്ക് ഈ പ്രസംഗമൊക്കെ ഒന്ന് കേൾക്കണം, ശരിക്കൊന്ന് കാണണം. പക്ഷെ അച്ഛൻ സമ്മതിച്ചില്ല. അങ്ങനെ ആ ദിവസം വന്നെത്തി. എനിക്ക് വലിയ ടെൻഷൻ, കാരണം വലിയ ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ കൂടി വരികയാണ് ഈ മനുഷ്യനെ ഒരു നോക്കൊന്ന് കാണാൻ വേണ്ടി. അങ്ങനെ ആ ദിവസം വന്നെത്തി. ഒരു സിനിമ സ്റ്റൈലിലാണ് ഈ മനുഷ്യൻ വന്നിറങ്ങുക. കുറച്ച് ബോഡി ഗാർഡ്സൊക്കെ ഉണ്ട്, വലിയ പന്തൽ. അപ്പോൾ പ്രോഗ്രാം കോർഡിനേറ്റർ ആയത് കാരണം കുറച്ച് ബാക്കിലൂടെയൊക്കെ നടക്കാനൊക്കെ പറ്റി.
നമ്മളിങ്ങനെ ഒരു ആരാധന പോലെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റേജിൽ പരിപാടികളൊക്കെ കഴിഞ്ഞു, എല്ലാവരും പന്തലിൽ നിന്ന് പോയി. അപ്പോൾ ഞാൻ ആ പ്രസംഗം റെക്കോർഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പന്തലിലിരുന്ന് ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എന്നോട് ആരോ വന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഡയറക്ടർ അച്ഛൻ വിളിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നി എന്തോ പാളീച്ച പറ്റിയിട്ടുണ്ട് ചെയ്ത ഒരു കാര്യത്തിൽ. ഡയറക്ടർ അച്ഛൻ ഇത്തിരി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളാണ്, സ്നേഹമൊക്കെ ഉണ്ട്, സ്ട്രിക്റ്റാണ്. ഞാൻ വേഗം പേടിയോടുകൂടി ചെല്ലുമ്പോൾ അച്ഛൻ ഒരു കാര്യം പറഞ്ഞു. അത് നടന്ന സംഭവം ഇതാണ്. സ്റ്റേജിൽ ഞങ്ങളുടെ ഗോൾഡൻ ജൂബിലി ഒരു കുഞ്ഞ് സൊവനീർ ഉണ്ടായിരുന്നു. അപ്പോൾ സൊവനീറിൻ്റെ പുറകിൽ സ്നേഹ എന്ന് പറയുന്ന ഒരു കൊച്ചു മകളെക്കുറിച്ച് ഒരു 4-5 വരി കവിത എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ മകളെന്ന് പറയുന്നത് ഇങ്ങനെ മരണത്തെ കാത്തുകിടന്ന ഒരു പെൺകുട്ടിയാണ്. ലൂർദിലുണ്ടായിരുന്ന കൊച്ചിയും കുമ്പളങ്ങിയും ഒരേപോലെ ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. രക്ഷപ്പെടില്ലെന്ന് ഏതാണ്ട് എല്ലാവർക്കും ഉറപ്പുള്ളൊരു മകൾ. ഞാനും ഓഫീസ് ടൈം കഴിയുമ്പോൾ ഇവളുടെ മുറി പോകും, ഇടയ്ക്ക് കാണും. ഇവളിങ്ങനെ കടലാസുകൾ കൊണ്ട് കമ്മലുകൾ ഉണ്ടാക്കും, പടം വരക്കും, കുറേ തമാശകൾ പറയും. ഞാനും ഇവൾക്ക് വേണ്ടി കുറേ പ്രാർത്ഥിച്ചു. പക്ഷേ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ ഒരു രാത്രി അവൾ പോയി. ഈ കുഞ്ഞ് കുട്ടിയെ ഓർത്തുകൊണ്ട് ഒരു 4-5 വരികൾ കുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കലാം സ്റ്റേജിലിരുന്നിട്ട് ഡയറക്ടർ അച്ഛനോട് ചോദിച്ചു, ഈ കൊച്ചാരാണെന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ അച്ഛൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പോൾ ഇതാരാ എഴുതിയതെന്ന് ചോദിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞു, ഇവിടെയുള്ളൊരു അച്ഛനാണ്. അപ്പം അതിനുശേഷം ഡയറക്ടർ അച്ഛൻ ഈ കലാമിനെ എന്നെ കാണിക്കാൻ വേണ്ടി വിളിപ്പിച്ചേക്കണേണ്. ഇതൊന്നും അറിയാതെയാണ് ഞാൻ ചെല്ലണത്. എനിക്കിത് അച്ഛൻ പറഞ്ഞു കേട്ടിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയാൻ പാടില്ല. വിറച്ചാ ചെന്നത് ശരിക്കും. ഒരു ചെറിയ മനുഷ്യൻ ഇങ്ങനെ കുറച്ച് പേര് എന്നെ സൂക്ഷിച്ച് നോക്കി. പിന്നീട് അതിനുശേഷം ആ കവിതയുടെ ഇങ്ങനെ ചുറ്റിലും കറുത്ത മഷി കൊണ്ടൊരു വട്ടം വരച്ചു. വെരി ഗുഡ് എന്ന് എഴുതി. ഞാനിതിങ്ങനെ നോക്കി നിൽക്കുകയാണ്. വേറെ ഇങ്ങനെ അധികമൊന്നും പറഞ്ഞൊന്നുമില്ല. അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു മുഹൂർത്തം. ലോകം മുഴുവൻ കാണാൻ ആഗ്രഹിച്ച, കേൾക്കാൻ ആഗ്രഹിച്ച, അതിലുപരി 10 വർഷത്തിന് മുമ്പ് ദൂരെ നിന്നെങ്കിലും ഒരു വാക്ക് കേൾക്കാനും ഒന്ന് കാണാനും ഞാൻ കൊതിച്ച ഈ ഒരു മനുഷ്യൻ്റെ കയ്യൊപ്പം കയ്യിൽ പിടിച്ചു നിന്നപ്പോൾ അന്നെനിക്കൊരു കാര്യം മനസ്സിലായി. ദൈവം നമ്മുടെ കൊച്ചു കിനാവുകൾ പോലും കവർന്നെടുക്കുന്നുണ്ട്. ദൈവം നിങ്ങളുടെ കൊച്ചു കിനാവുകൾ പോലും കവർന്നെടുക്കും. പിതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നുവെന്ന് ക്രിസ്തു പറഞ്ഞതുപോലെ നിങ്ങളുടെ ആകുലതകൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ വിഷമങ്ങൾ, സങ്കടങ്ങൾ, കരച്ചിലുകൾ എല്ലാം ഈ ദൈവത്തിലേക്കൊന്ന് വെച്ചു കൊടുക്കുമ്പോൾ അത് നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ പോലും അതൊക്കെ കവർന്നെടുക്കുന്ന ഒരു ദൈവം, പ്രിയമുള്ളവരെ, നിങ്ങൾക്കുണ്ട്. ഈ കുരിശിലെ 7 വരികൾ ഇവിടെ തീരുകയാണ്. 7 നിറങ്ങൾ കൂടിച്ചേർന്ന് മഴവില്ലുണ്ടാകുന്നത് പോലെ, 7 സ്വരങ്ങൾ കൂടിച്ചേർന്ന് സംഗീതമുണ്ടാകുന്നത് പോലെ ഈ 7 വചനങ്ങൾ നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റിയിട്ട് ഈ രാത്രി കഴിയുമ്പോൾ പുതിയൊരു പകലിലേക്കും പുതിയൊരു ജീവിതത്തിലേക്കും പ്രകാശം തരുന്ന വരികളായിട്ട് നമുക്ക് മാറ്റാൻ പറ്റണം. ഒരു ദുഃഖവെള്ളിയിൽ കനത്ത മഴയായിരുന്നു. അന്ന് ബിഷപ്പ് പറഞ്ഞു, എറണാകുളം കത്തീഡ്രൽ ദേവാലയത്തിൽ കപ്പലുവള്ളി എന്ന് വിളിക്കും. അപ്പോൾ പറഞ്ഞു, നഗരി കാണിക്കലില്ല. ഈശോയുടെ രൂപം പള്ളിയുടെ ഉള്ളിൽ വെക്കും. നിരനിരയായിട്ട് വന്ന് തൊട്ടുമുത്തി എല്ലാവർക്കും തിരിച്ചു പോകാം. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ ബിഷപ്പിൻ്റെ സെക്രട്ടറി ആയത് കാരണം ഞാനിങ്ങനെ അടുത്ത് നിന്ന്, പിതാവ് അവിടെ ഇരുന്ന്, അപ്പോൾ ഇങ്ങനെ ആളുകളിങ്ങനെ നിരയായിട്ട് വരികയാണ്. അപ്പോൾ ഞാൻ നോക്കി നിൽക്കുമ്പോൾ ഒരു അമ്മയുടെ ഒക്കത്തിരിക്കുന്നൊരു ചെറിയ മകള്, ഒരു പെൺകുട്ടി, അവളിങ്ങനെ ഈശോൻ്റെ ഇങ്ങനെ നോക്കി കയ്യൊക്കെ ഇങ്ങനെ നീട്ടിപ്പിടിച്ച് വരെ. അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി, ദൈവത്തോട് എന്തൊരു സ്നേഹമുള്ള കൊച്ച്. അപ്പോൾ ഇവളിങ്ങനെ അടുത്തടുത്ത് വരികയാണ് ഈശോയുടെ ഈ പാസ്ക രൂപം ഇങ്ങനെ തൊട്ടുമുത്താനായിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ സൂക്ഷിച്ച് നോക്കിയിരിക്കുകയാണ്. ഇവളിങ്ങനെ കൈ ഇങ്ങനെ നീട്ടിങ്ങനെ മുത്താനായിട്ടുള്ള കൊതിയിൽ വരികയാണ്. ഞാൻ അവളെ നോക്കി, അവസാനം അവൾ അവിടെ എത്തി. ഞാൻ അവളിപ്പം മുത്തും എന്ന് വിചാരിച്ചപ്പോഴേക്കും അവൾ ആ നീട്ടിപ്പിടിച്ച കയ്യിൽ ആ രൂപത്തിൻ്റെ ചുറ്റിലും തൂക്കിയിട്ടിരുന്ന ചാമ്പക്ക എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചെടുത്ത്. തിരിച്ചറിയില്ലാത്തൊരു കൊച്ചല്ലേ. അപ്പം അവളുടെ നോട്ടം മുഴുവൻ ആ ചാമ്പക്കയിലായിരുന്നു. പ്രിയമുള്ളവരെ, ഈ 7 വചനങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ
തിരിച്ചറിവുള്ള നമ്മുടെ കൈകൾ നീളുന്നത് എവിടേക്കായിരിക്കും? ആമേൻ.